എൻ്റെ നെയ്ബർ ഒരു പ്ലാന്റ് ലവറാണ്. അതിനകത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇടയ്ക്കൊക്കെ ചെടികൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു മഞ്ഞ ചെത്തി ആൾ ചോദിച്ചിരുന്നു. അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ലിസ് ചേച്ചിയുടെ കയ്യിലുള്ള പ്ലാന്റ്സിൻ്റെ 1% പോലും എൻ്റെ കയ്യിലില്ല കേട്ടോ. അതുപോലെ അത്രയ്ക്കും ഒരു വലിയ പ്ലാന്റ് ലവറാണ് ലിസ് ചേച്ചി. പ്ലാന്റ് ലവർ എന്ന് പറയുന്നതിനേക്കാളും ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് ഈ കാര്യത്തിൽ ആക്ച്വലി. ഓർക്കിഡ്സിന്റെ ഒക്കെ ഒരു ഗംഭീര കളക്ഷൻസ് തന്നെ അവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ഒന്ന് ആലോചിക്കണം, ഈ മഴക്കാലത്താണ് ലിസ് ചേച്ചി ഇത്ര കാര്യമായിട്ട് ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്ര പൂവിട്ടൊക്കെ നിൽക്കുന്നത്. മഴക്കാലത്ത് എവിടെ ചെന്നാലും പ്ലാന്റ്സ് എല്ലാം കുളമായി കിടക്കുന്നതാണ് ഞാൻ കാണാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ വീട്. തൊട്ടിപ്പുറത്ത് തന്നെയാണ് ചേച്ചിയുടെ വീട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വാർക്കയുടെ മുകളിൽ കയറുന്ന ഇവരുടെ പൂന്തോട്ടം ആസ്വദിക്കാറുണ്ട്. ബൊഗെയിൻവില്ലയൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്ന സമയത്ത് നിറയെ ബൊഗെയിൻവില്ലയും ഓർക്കിഡും പൂക്കളും ചെടികളൊക്കെ ആയിട്ട് വേറെ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഒന്നാമത് അത് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത് അത്ര കിടിലനാണ്. ശരിക്കും ഞാൻ ലിസ് ചേച്ചിയുടെ അടുത്ത് കുറേ കാര്യങ്ങൾ കണ്ടുപഠിക്കാറുണ്ട്. കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട് കേട്ടോ. അത്രയും അറിവുള്ള ആളാണ് ചെടിയുടെ കാര്യത്തിൽ. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എങ്ങനെയാണ് ഓർക്കിഡ് ഒരു മരത്തിൻ്റെ പീസിൽ നടുക എന്നുള്ളത് ഞാൻ ലിസ് ചേച്ചിയുടെ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സും തന്നു. അപ്പം ഞാൻ ഡബിൾ ഹാപ്പി ആയിട്ടോ.